ബഹിരാകാശത്ത് ചരിത്രം കുറിക്കാനൊരുങ്ങി ISRO. 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന സ്പേഡെക്സ് ദൗത്യം അവസാന ഘട്ടത്തിലെത്തി. ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന സ്പേസ് ഡോക്കിംഗ് ഉടൻ ആരംഭിക്കും. ദൗത്യം സാങ്കേതിക കാരണങ്ങളാൽ മുൻപ് 2 തവണ മാറ്റിവെച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ 2 ഉപഗ്രഹങ്ങളും അതിന്റെ വേഗത കുറച്ച് ഡോക്കിംഗിന് സജ്ജമാക്കുമെന്നായിരുന്നു ISRO നൽകിയ റിപ്പോർട്ടുകൾ. എന്നാൽ ഉപഗ്രഹങ്ങളുടെ വേഗം പ്രതീക്ഷിച്ചതിലും കൂടുതലായതിനാലാണ് മാറ്റിവെക്കേണ്ടി വന്നത്. 2 ഉപഗ്രഹങ്ങൾ 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടുവന്ന് ഡോക്ക് ചെയ്യുക എന്നതായിരുന്നു സ്പേഡെക്സ് ദൗത്യം. 66 ദിവസം നീണ്ടുനിൽക്കുന്ന ദൗത്യത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ഡോക്കിംഗ് നടക്കാമെന്നായിരുന്നു മുൻപ് അറിയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണയും മാറ്റിവെക്കേണ്ടി വന്നതിനാൽ ഇനിയുള്ള പരീക്ഷണത്തെ ഏറെ നിർണായകമായാണ് ISRO കാണുന്നത്. പേടകങ്ങളെ ബഹിരാകാശത്തു വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിലും വേർപെടുത്തുന്നതിലും വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് ഈ നേട്ടം കൈവരിച്ച മറ്റ് രാജ്യങ്ങൾ. ദൗത്യത്തിന്റെ ഭാഗമായി മറ്റ് 2 പരീക്ഷണങ്ങളും ISRO വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.